കാസിനോവ ഗ്രാൻഡ് മാസ്റ്റർ എന്ന 2 സിനിമയ്ക്ക് ശേഷം ഞാൻ നായകനായിട്ട് ചെയ്യുന്ന ആദ്യത്തെ മൂവിയാണ്, റിലീസാകുന്ന മൂവിയാണ് റേഡിയോ ജോക്കി. അപ്പോൾ ഞാൻ കുറച്ച് എക്സൈറ്റഡ് ആണ് അതിൻ്റെ റിസൾട്ട് എങ്ങനെയാണെന്നുള്ളതിൽ. മൂവിയിൽ എൻ്റെ ക്യാരക്ടർ ഒരു ബാലു എന്നാണ്. അപ്പോൾ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഒരു റേഡിയോ ജോക്കിയുടെ കഥയാണ് ഈ മൂവി ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഈ ബാലു ഒരു ആർജയാണ്. അങ്ങനെ ഒരു കൂട്ടം ആർജകളുടെ ജീവിതം, അവരുടെ ജീവിതം കടന്നു വന്ന ജീവിതത്തിലുണ്ടാകുന്ന പല സിറ്റുവേഷനുകളാണ് മൂവി ഡിസ്കസ് ചെയ്യുന്നത്. ഈ മൂവിയിലൂടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ സോഷ്യൽ മെസ്സേജ് കൊടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യത്തിൽ സ്ത്രീകൾക്കെതിരെ അതിക്രമം, അവരനുഭവിക്കുന്ന നിങ്ങൾക്ക് തന്നെ അറിയാം സോഷ്യൽ പ്രോബ്ലംസ്, അതിനെതിരെയൊക്കെ ഇതിൽ ചർച്ച ചെയ്യുന്നുണ്ട്. വളരെ എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു മൂവിയാണ്. ഇതൊരു ഫാമിലി മൂവിയാണ്. നിങ്ങൾക്ക് തിയേറ്ററിൽ കുടുംബസമേതം ഇരുന്ന് കാണാൻ പറ്റിയൊരു മൂവിയാണ്. യാതൊരു രീതിയിലുള്ള എന്താ പറയുക വേണ്ടാത്ത സീനുകളോ വാക്കുകളോ ഒന്നും ഇതിലില്ല. ഒരു ന്യൂ ജനറേഷൻ ടൈപ്പ് മൂവി എന്നും പറയാം. ഒരു രാജസേനൻ സാർ ആദ്യമായിട്ടാണ് ഒരു പുതിയ സ്റ്റൈൽ പരീക്ഷിക്കുന്ന ഈ മൂവിയാണ്. അദ്ദേഹത്തിൻ്റെ ഡ്രീം പ്രോജക്റ്റ് കൂടെയാണ്. നിങ്ങളെല്ലാവരും മൂവി കാണണം, തിയേറ്ററിൽ പോയി തന്നെ കാണണം. അതിൻ്റെ അഭിപ്രായങ്ങൾ എല്ലാവരും എന്നെ അറിയിക്കണം. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടും സ്നേഹമൊക്കെ എന്നും ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്.